രണ്ടാമത്തെ കാര്യം, ഏകദേശം 26,000-ഓളം കോടി രൂപ 14ാം ധനകാര്യ കമ്മീഷൻ, 15ാം ധനകാര്യ കമ്മീഷൻ്റെ ഒക്കെ സമയത്ത് നമുക്ക് അനുവദനീയമായ വായ്പയിൽ നിന്നും കണക്കിൽ നിന്നും നമുക്ക് കിട്ടേണ്ട പണത്തിൽ നിന്നും വെട്ടിക്കുറച്ചതിനെ സംബന്ധിച്ച ചില കാൽക്കുലേഷനാണ്. ഈ രണ്ട് കാര്യം കോടതി കിടക്കുകയാണ്. ആ കാര്യം ചർച്ച ചെയ്യാനായിട്ട് സുപ്രീം കോടതി പറഞ്ഞു, നിങ്ങൾ സ്റ്റേറ്റും യൂണിയനും തമ്മിൽ അങ്ങനെ ഇങ്ങനത്തെ തർക്കം ഉണ്ടാകാൻ പാടില്ല, അതുകൊണ്ട് ഇതൊക്കെ അമിക്കബിളായി സെറ്റിൽ ചെയ്യണം. അതുകൊണ്ട് വൈ ക്യാൻ യു ഹാവ് എ ഡിസ്കഷൻ. ഞങ്ങൾ അപ്പോഴേ അംഗീകരിച്ചു. നിങ്ങൾക്കറിയുന്നതാണ്, ബഡ്ജറ്റ് ദിവസം തന്നെ ബഡ്ജറ്റിൻ്റെ മറുപടിയുടെയും മറ്റ് ബില്ലുകളുടെയും സമയത്ത് തന്നെ ധനകാര്യമന്ത്രി തന്നെ ഇവിടുന്ന് പോയി മറ്റ് പ്രധാനപ്പെട്ട ആളുകൾ ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ ടീം ചർച്ച ചെയ്തു. അവരുടെ ഫൈനാൻസ് സെക്രട്ടറിയും അഡീഷണൽ സോളിസിറ്റർ ജനറലും വന്നു. അവിടെ വെച്ച് തന്നെ അവരെടുത്ത സമീപനം, നിങ്ങളുടെ ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്, കണക്ക് കൂട്ടാൻ ചർച്ച ചെയ്യാം, അത് കോടതി കിടക്കുന്ന ചില കാര്യങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട്, അത് കോടതി തീർക്കേണ്ടതാണ്. പക്ഷേ നിങ്ങൾക്ക് ഞങ്ങളിപ്പോൾ നോക്കിയ കണക്കനുസരിച്ച് തന്നെ 13,600 ചില്ലാനും കോടി രൂപ, 13,608 കോടി രൂപ തരാനുണ്ട്, അനുവാദം തരേണ്ടതുണ്ട്. പക്ഷേ അത് തരണമെങ്കിൽ സ്യൂട്ട് പിൻവലിക്കണം. അതായത് ഈ മാർച്ച് മാസത്തിനകം കൊടുക്കേണ്ട പണത്തിന് കിട്ടേണ്ടതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഫൈനൽ ക്വാർട്ടറിൽ ഞങ്ങൾ 14,000 കോടിയിലധികം ബോറോയിങ് ഉണ്ട്, മറ്റ് കിട്ടേണ്ട പണമുണ്ട്. ആ പണം ഇപ്പോൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരു സമീപനം എടുത്തു, കേസ് പിൻവലിച്ചില്ലെങ്കിൽ. സുപ്രീം കോടതി ഞങ്ങൾ പോയിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് എലിജിബിളായിട്ടുള്ള പണമാണ്, അവർ തന്നെ സമ്മതിക്കുന്നു. 13,608 കോടി രൂപ കേരളത്തിന് എലിജിബിളായിട്ടുള്ള ഫണ്ടാണ്, പണമാണ്. ആ പണം എടുക്കാൻ സമ്മതിക്കാത്തത് ഞങ്ങളൊരു കേസ് കൊടുത്തു എന്നുള്ളതിൻ്റെ പേരിലാണ്. കേസ് കൊടുത്ത എന്താ, ഭരണഘടനയ്ക്കകത്തെ പ്രൊവിഷൻ അനുസരിച്ചും അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തിക കാര്യങ്ങൾ സംബന്ധിച്ചുള്ള വിവിധ കാര്യങ്ങൾ പരിശോധിച്ചിട്ടും ഞങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന നീതിന്യായ കോടതിയിൽ ഞങ്ങളൊരു കേസ് കൊടുത്തു. അത് ഇന്ത്യയിലെ ഏതൊരു പൗരനും ഉള്ള അർഹതയാണ്, അവകാശമാണ്. ആ കേസ് കൊടുത്തതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് ഈ ഫെബ്രുവരി മാർച്ച് മാസത്തിൽ പണം തരില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളെ അങ്ങേറ്റം ബുദ്ധിമുട്ടിക്കും. ആ സ്റ്റാൻഡ് ഇപ്പോഴും പറയുകയാണ്. ശമ്പളം കൊടുത്തത് കൊണ്ടോ പെൻഷൻ കൊടുത്തത് കൊണ്ടോ ഒരു സംസ്ഥാനത്തിൻ്റെ പ്രശ്നം തീരില്ല, അതൊരു ഭാഗം മാത്രമാണ്. കഴിഞ്ഞ മാർച്ച് മാസത്തിൽ 22,000 കോടി രൂപയാണ് സംസ്ഥാനം ചെലവഴിച്ചത്. ആ 22,000 കോടി എന്ന് പറഞ്ഞാൽ മിക്കവാറും എല്ലാ വകുപ്പുകളിലെയും പരമാവധി ചെലവ് വരുന്ന അപ്പോഴാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം മുതൽ ഗ്രാൻറ്റുകളും മറ്റും കിട്ടുന്ന സർവകലാശാലകൾ ഉൾപ്പെടെ വിവിധ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള ഫണ്ടുകളെല്ലാം കൊടുക്കേണ്ടതാണ്. ആ 22,000 കോടി കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തൊരു സ്ഥലത്ത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഞങ്ങൾ ഫൈനൽ ക്വാർട്ടറിൽ 14,000 കോടി രൂപ ഞങ്ങളുടെ അർഹമായിട്ടുള്ള വിഹിതമനുസരിച്ച് എടുത്ത തുക, ആ തുക തന്നെ തടഞ്ഞു വെച്ചു എന്നുള്ളതാണ് ഏറ്റവും അവസാനം ചെയ്തത്. ആദ്യം ചെയ്തത് 57,400 കോടിയോളം സംസ്ഥാനത്തിന് കിട്ടാനുള്ളത് അത് വെട്ടിക്കുറച്ചു. അതിൻ്റെ കണക്കുകൾ നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇത് വെട്ടിക്കുറച്ചിട്ട് അവസാനം കോടതിയിൽ വരെ എത്തിയിട്ട് പോലും ചെയ്യുന്നില്ല. ഞങ്ങൾ ഭരണപരമായ എല്ലാ കാര്യവും നോക്കി ഗവൺമെൻറ് ടു ഗവൺമെൻറ് ഡിസ്കഷൻ നടത്തി. ഇതുകൂടാതെ ജനങ്ങളെ ആകെ സംഘടിപ്പിച്ചു. ഡൽഹിയിലേക്ക് സമരത്തിന് പോയി. പ്രതിപക്ഷം ഉൾപ്പെടെ എല്ലാ പാർട്ടികളെയും, കേരളത്തിന് വേണ്ടിയിട്ടാണ് ഈ സമരം എന്ന് പറഞ്ഞ് ഞങ്ങൾ സംഘടിപ്പിച്ചു. അതിനൊപ്പമാണ് ഞങ്ങൾ കോടതിയിലേക്ക് പോയത്. കോടതിയിൽ ഈ കാര്യത്തിന് പോകുമ്പം കോടതിയിൽ പോയതിൻ്റെ പേരിൽ നിങ്ങൾ കോടതിയിൽ പോയല്ലേ എന്ന് പറഞ്ഞ് തടയുക. അപ്പോൾ കോടതിയിൽ പോയിട്ട് ഏറ്റവും ന്യായമായ ഒരാൾക്ക് അവകാശമുള്ളതാണ്. അപ്പോൾ ഒരു പൗരൻ പോയാൽ വല്ലതും കൊടുക്കുവർ. ഒരു സംസ്ഥാന ഗവൺമെൻറ് പോയിട്ട് തടയുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും, ഞാനും ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ് നടപ്പിലാക്കി കിട്ടാൻ വേണ്ടി കോടതിയിൽ പോയാൽ ഇന്ത്യയിൽ ആ കോടതി എന്ന് പറയുന്നതും ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറയുന്നതും കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നതും ഒന്നും അംഗീകരിക്കില്ല എന്നുള്ള സമീപനം ഇത് വന്നിട്ടുണ്ട്. അതാണ് പ്രശ്നം. അതുകൊണ്ട് ഇപ്പോൾ ഈ ശമ്പളത്തിൻ്റെയും പെൻഷൻ്റെയും പ്രശ്നം മാത്രമല്ല കേരളത്തിനുള്ളത്. ഇവിടുത്തെ ഓരോ പൗരനെ സംബന്ധിച്ചുള്ള കാര്യമുണ്ട്. ഏറ്റവും സാധാരണക്കാരായ 62 ലക്ഷം ആളുകൾക്ക് കൊടുക്കുന്ന സാമൂഹ്യക്ഷേമ പെൻഷനുണ്ട്. ആ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്ത് സമീപനമാണ് കേന്ദ്രം എടുക്കുന്നതെന്നുള്ള പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഇനിയിപ്പോൾ ഞങ്ങൾ ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ കിട്ടാനുള്ള ആളുകൾ ഉൾപ്പെടെ ഡൽഹിയിൽ പോയി സമരം ചെയ്യണോ? അത്തരം കാര്യത്തിൽ എന്താണ് കോൺഗ്രസിൻ്റെയും UDF-ൻ്റെ സമീപനം? തെരഞ്ഞെടുപ്പ് വരുന്നല്ലോ, പാർലമെൻറ്റിലേക്ക് മത്സരിക്കാനായിട്ട് ആളുകൾ വരുമ്പോൾ എന്താണ് കേരളത്തിലെ സാധാരണക്കാർക്ക് പെൻഷൻ കൊടുക്കാൻ ഉൾപ്പെടെയുള്ള പണം തടഞ്ഞു വെച്ച് കോടതിയിൽ പോയി ഈ തടസ്സം ഉണ്ടാക്കുകയും കേരളത്തിന് അർഹമായ പണം തരാതിരിക്കുകയും ചെയ്യുന്ന UDF-ൻ്റെ അഭിപ്രായം എന്താണ്? ഈ കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന സമീപനത്തിൽ